ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പേരിൽ രജിസ്റ്റർ ആയിട്ടുള്ള സിമ്മുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. പക്ഷേ നമ്മൾ പണ്ടെപ്പോഴെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിന് ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കൊടുത്ത സിം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്തിട്ടുള്ള സിം ആയിരിക്കാം. പക്ഷെ നമ്മളത് പിന്നെ യൂസ് ചെയ്യാതെ ഒഴിവാക്കിയിട്ടുണ്ടാവാം. ആ സിമ്മുകൾ ഇപ്പോഴും ലൈവ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ പേരിൽ തന്നെയാണോ ഇപ്പോഴും ഓണർഷിപ്പ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മളെ പേരിൽ ഇപ്പോഴും ഓണർഷിപ്പ് ഉള്ള സിമ്മുകളുടെ ഡീറ്റെയിൽസ് അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതെങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ ഞാൻ ജസ്റ്റ് സെർച്ച് ബാറിൽ പോയിട്ട് ട്രാഫിക് ഓപ്പൺ അടിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ലിങ്ക് വരുന്നത് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത് ടെലികോം അനലിറ്റിക്സ് ഫോർ ഫ്രോഡ് മാനേജ്മെന്റ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നാണ്. ഓക്കെ, സോ നമുക്കിപ്പോ സ്ക്രീനിൽ കാണുന്ന പോലെ ഫസ്റ്റ് തന്നെ നമ്മളൊരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാം ഒരുപാട് റിക്വസ്റ്റുകൾ അവിടെ വന്നിട്ടുണ്ട്. എത്ര റിക്വസ്റ്റ് അവിടെ വന്നിട്ടുണ്ടെന്നും എത്രത്തോളം റിക്വസ്റ്റുകൾ അവർ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, അതിന്റെ തൊട്ട് താഴത്തായിട്ട് ഞാനിപ്പോ എന്റെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് ഇവിടെ എൻ്റർ ചെയ്യാണ്. അതിനുശേഷം തൊട്ട് താഴത്തുള്ള ആ ഒരു ക്യാപ്ച കൂടെ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്തതിനു ശേഷം ഒരു OTP റിസീവ് ആയിട്ടുണ്ട്. സോ ഞാൻ OTP ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ മുൻപ് എടുത്തിട്ടുള്ള സിമ്മുകളുടെ ഡീറ്റെയിൽസ് ആണ്, അതായത് ഇപ്പോൾ ആക്റ്റീവായിട്ട് കാണിക്കുന്ന സിമ്മുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതില് ഒരു സിം മാത്രമേ നമ്പർ മാത്രമേ ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊന്നും സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. സോ ഈ നമ്പേഴ്സ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓണർഷിപ്പ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യാത്ത ഈ നമ്പറുകൾ, അല്ലെങ്കിൽ എനിക്ക് ഏതാണെന്ന് അറിയാത്ത ഈ നമ്പറുകൾ പ്രത്യേകം ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഓണർഷിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ നോട്ട് മൈ നമ്പർ എന്ന് പറയുന്ന ആ ഒരു കോളത്തെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തുള്ള റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ റിക്വസ്റ്റ് റിസീവ് ആവുകയും അതേപോലെ തന്നെ അവരത് നമ്മളെ ഓണർഷിപ്പിൽ നിന്ന് ആ നമ്പേഴ്സ് ഒഴിവാക്കുകയും ചെയ്യും. ഓക്കെ, സോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ പേരിൽ നിങ്ങൾ അറിയാതെ ഇപ്പോഴും ഏതെങ്കിലും നമ്പറുകൾ ലൈവായിട്ട് കിടക്കുന്നുണ്ടാവും. ഭാവിയിൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസിലേക്ക് അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ മൊബൈൽ നമ്പർ അടിച്ച് ചെക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത നമ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾ അത് ഒഴിവാക്കേണ്ടതാണ്. ഓക്കെ, സോ വെബ്സൈറ്റിൽ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കുക. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. സോ പുതിയൊരു വീഡിയോ എഴുതുന്നവരെ താങ്ക് യു, ബൈ.